സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നത്. പ്രിൻസിപ്പൽ സാറിന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നത്. പ്രിൻസിപ്പൽ സാറിന് ചൂടായിട്ട് പക്കോട ഞാൻ കൊടുക്കാൻ പോവാണ്. സാറിന് അത് ഭയങ്കര സന്തോഷമാണ്. എന്താ ഇത് പപ്പി, ഇന്ന് നീ വളരെ സന്തോഷത്തിലാണല്ലോ. ഈ പക്കോട ആർക്ക് വേണ്ടിയാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നേ? പ്രിൻസിപ്പൽ സാറിന് വേണ്ടിട്ടാണ്. ടീച്ചേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഇത് സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രീറ്റ് കൊടുക്കാൻ പോവാ. അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ പക്കോട. അത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോണ്ട് താനെന്താ കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്ന് ഞങ്ങളോട് പറയായിരുന്നല്ലേ? എന്ത് പക്കോടയോ? ലക്കി വേഗം വാ. ഞങ്ങളുടെ മുമ്പേ പറഞ്ഞിരുന്ന ഞങ്ങൾ എന്തെങ്കിലും പ്ലാനൊക്കെ റെഡിയാക്കുമായിരുന്നല്ലേ? നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഗുലുമാലൊപ്പിക്കുമായിരുന്നു. അവന്മാർ അതിനിടയിൽ ഗുലുമാലൊപ്പിച്ച് കളഞ്ഞല്ലോ. മൊത്ത പക്കോടയും അവന്മാർ അടിച്ചു മാറ്റിയല്ലോ. അപ്പൊ ഞാൻ ഇനി വീണ്ടും പുതിയതായിട്ട് പക്കോട ചെയ്യണല്ലോ. ടീച്ചേഴ്സ് ഡേ ദിവസമായിട്ട് നമുക്ക് പ്രിൻസിപ്പൽ സാറിന് ഒരു ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. ഞാൻ പ്രിൻസിപ്പൽ സാറിന് വേണ്ടിട്ട് ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡ് റെഡിയാക്കി കൊടുക്കും. ഗ്രീറ്റിംഗ് കാർഡോ? ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കും. ഫോട്ടോ ഫ്രെയിമോ? ഡിജിറ്റൽ ഫോട്ടോ കാലത്ത് ആരെങ്കിലും ഫോട്ടോ ഫ്രെയിം കൊടുക്കൂടാ. എടാ ലക്ഷ്മണ, നീ എന്താ പെട്ടെന്ന് ലക്കിയുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്മൺ പറയാ, നമുക്ക് പ്രിൻസിപ്പൽ സാറെ കാണുമ്പോ എത്ര സന്തോഷം തോന്നുന്നോ അതേപോലെ പ്രിൻസിപ്പൽ സാറിന് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പലെ കാണുമ്പോൾ അത്രയും സന്തോഷം അദ്ദേഹത്തിന് വരും അത്രേ. അടിപൊളി ഐഡിയ ആടാ ലക്ഷ്മണ. ഇപ്പൊ പ്രിൻസിപ്പൽ സാറിന് ഇന്നത്തെ ടീച്ചേഴ്സ് ഡേക്ക് ഇത് എന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. ഐഡിയ പറഞ്ഞത് ചിലപ്പോ നിന്റെ ലക്ഷ്മണനായിരിക്കാം, പക്ഷെ അതിന്റെ അർത്ഥം എടുത്ത് പറഞ്ഞു തന്നതേ എന്റെ ലക്ഷ്മണനാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ സാറിന് ടീച്ചേഴ്സ് ഡേ ഒന്നും ഞങ്ങൾ തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനെത്തി സാർ. ഞാനിതാ എത്തിക്കഴിഞ്ഞു സാർ. സാർ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് സാർ. ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേക്ക് സാർ ഇത് കണ്ടു. പപ്പ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് സർപ്രൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടു സാർ. ചൂടായ പക്കോട. ഹാപ്പി ടീച്ചേഴ്സ് ഡേ പ്രിൻസിപ്പൽ സാർ. സാർ പൊക്കവടങ്ങ് വിട്ടേക്ക്. ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നോക്കിക്കേ സാറേ. അടിപൊളി ഗിഫ്റ്റ് ആണ്. അത് നിങ്ങൾ കണ്ട ഉടനെ നിങ്ങളുടെ കാല് കിടന്ന് ആടാൻ തുടങ്ങും സാർ. ശരിക്കും തറയിൽ നിൽക്കാൻ പോലും പറ്റില്ല. അതെന്തു തരം സർപ്രൈസ് ആണ്? സർപ്രൈസ്. നിനക്ക് സുഖമാണോ ഫഡ്വർദ്ധൻ? പ്രിൻസിപ്പൽ സാർ. സാർ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിങ്ങൾ ഫ്ലാറ്റ് ആയി പോകുന്നേ. നീ എന്നെ കണ്ടതും എന്റെ കാല് തൊട്ട് വന്നിക്കുകയാണ്. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഇതുവരെ ഞാൻ നിനക്ക് പഠിപ്പിച്ചെന്ന ഒരു സംസ്കാരവും നീ മറന്നിട്ടില്ലെന്ന് മനസ്സിലായി. സാർ നിങ്ങൾ എങ്ങനാ ഇവിടെ പെട്ടെന്ന് വരാൻ കാരണം ഒന്നും മനസ്സിലാകുന്നില്ല. കുട്ടികളാ എന്നെ ഇൻവൈറ്റ് ചെയ്തത്, അതുകൊണ്ട് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി. പക്ഷെ നീ നിന്റെ ഹെൽത്ത് വളരെ മോശമാക്കി വെച്ചേക്കുകയാണ്. നിന്റെ കൊടവയറ് ബലൂൺ പോലെ വീർത്ത് വീർത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് നീ ചിരിക്കുന്നേ? നീയാണ് അവനെ ഇങ്ങനെ പക്കോട കൊടുത്ത് കൊടവയറിനാക്കി മാറ്റിയിരിക്കുന്നത്. ഞാനും ദിവസവും സാറിനോട് പറയാറുണ്ട്, ഇതൊന്നും കഴിക്കരുതെന്ന് പറയാറുണ്ട്, ഇതൊന്നും കഴിക്കേണ്ട പ്രായമല്ലെന്നും പറയാറുണ്ട്. ഏതായാലും ഞാൻ എത്തിക്കഴിഞ്ഞല്ലോ, എല്ലാം ഞാൻ ശരിയാക്കാം. ബഡ്വർദ്ധൻ, നീ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ 10 റൗണ്ട് ഓടണം. ഓക്കേ സാർ. സാറും സാമ്പാറൊന്നുമില്ല, വേഗം ചെന്നോട്. സാറ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഓടാനുള്ള പ്രായമല്ലേ സാർ? നീയും ഗ്രൗണ്ടിൽ 20 റൗണ്ട്സ് ഓടണം. മാധവ, ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ, അല്ലെങ്കിൽ നമ്മളെ 30 റൗണ്ട് ഓടിപ്പിക്കും. എങ്ങോട്ടാണ് ഓടുന്നത്? നിങ്ങളും ഗ്രൗണ്ടിൽ 30 റൗണ്ട് ഓടണം. ഓടിക്കോ. എനിക്ക് തോന്നുന്നു നമ്മള് സുരേന്ദ്ര സാറിനെ വിളിച്ചിട്ട് പ്രിൻസിപ്പൽ സാറിനെ സന്തോഷിക്കുന്നതിന് പകരം വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. പപ്പി, നീ വേഗം പോയി ഒരു കപ്പ് ചൂട് ചായ കൊണ്ടുപോവാ. വേഗം വേണം. ചായയും കാപ്പിയൊന്നുമില്ല, പാവയ്ക്ക ജ്യൂസും ഇളനീരും കലർന്നൊരു മിക്സ് ആയിട്ട് കുടിച്ചാ മതി. പക്ഷേ ഇപ്പൊ പാവയ്ക്ക ജ്യൂസ് എടുക്കുന്നത് ആരാണ് സാർ?
സാർ 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 എനിക്ക് ജ്യൂസ് പിഴിയാനൊന്നും അറിയില്ല സാർ. പക്ഷേ ഗോപുടല്ലോ ഗോപു പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ അവൻ ഭയങ്കര എക്സ്പെർട്ട് ആണ് സാർ. എക്സ്പെർട്ട്. ആർക്ക് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞു അവനാണ് ചെയ്യേണ്ടത്. അവന്റെ കയ്യിൽ ആ പാവയ്ക്ക കൊടുക്ക്. എന്നെ കുടിക്കേണ്ട അവസാനം നീ നിന്റെ കുടിയിലെ പോയി പാവയ്ക്ക ജ്യൂസ് പിഴിയണ മോനെ. നീ കലക്കി ഗോപു. അതേതായാലും കലക്കി. ഇതുപോലെ ഓരോരോ തുള്ളിയായിട്ട് ജ്യൂസ് കളക്ട് ചെയ്ത് ഫുൾ ഗ്ലാസും ഫില്ല് ചെയ്യണം. നിങ്ങളിൽ ആർക്കാണ് തെങ്ങിൽ കയറി ഇളനീര് പറിക്കാൻ അറിയുന്നത്? അല്ല സാറേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരത്തിന്റെ മുകളിൽ കയറാൻ നന്നായിട്ട് അറിയാം. ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ ഈ മാധവന് അറിയില്ല സാറേ. മരത്തിൽ കയറി ഇളനീര് പറിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആർക്ക് ഈ ജോലി അറിയാവുന്നു അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഗോപാൽ, തെങ്ങിൽ കയറി കരിക്ക് പറിച്ചിട്ട് എന്റെ റൂമിലേക്ക് വാ. ഗോപു, ഇത്രയും ഉയരത്തിൽ നീ എങ്ങനെയാടാ കേറാൻ പോകുന്നത്? ട്രൈ ചെയ്യുന്നവർ ഒരിക്കലും തോറ്റ് പിന്മാറില്ല ലക്ഷ്മണ. ഇപ്പൊ കണ്ടോ നീ ഞാൻ എങ്ങനെ കേറുന്നെന്ന്? ഗോപു, ഇത് ഇങ്ങനെ കേറണം. വാ, നമുക്ക് ഒന്നിച്ച് കേറാം. വെരി ഗുഡ്, കം ഓൺ. ഐഡിയ വർക്ക്ഔട്ട് ആയി. ഇത് ഫ്ലോപ്പ് ആണ്. കേറിപ്പോയ വേഗത്തിൽ തന്നെ താഴെ വീണല്ലോ നിങ്ങള്. ഓഹോ, ഇത് ദേഷ്യം പെടേണ്ട സമയമല്ല. എടാ ലക്ഷ്മണ, നിന്റെ ഐഡിയ കൊള്ളാൻ കേട്ടോ. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ മേലെ വന്ന് എടുക്കാടാ ഗോപു. എന്തെങ്കിലും ഒന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും താഴേക്ക് വരില്ല. അടിപൊളി ചായ. നീ എന്താ ചായ കുടിക്കുന്നോ? അല്ലല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ ഈ പാവയ്ക്കയുടെ ജ്യൂസാ കുടിക്കുന്നത്. സബാഷ്. ഹലോ ബോയ്സ്. സുനന്ദ സാർ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. സ്കൂളിന്റെ കൊടിയിൽ കറ പിടിച്ചിരിക്കുകയാണ്. അതാദ്യം പോയി ക്ലീൻ ചെയ്യേ. കണ്ടെത്തുന്ന ദൂരത്ത് ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇയാൾക്ക് മാത്രം എങ്ങനെയാണ് ഫ്ലാഗ് കാണുന്നത്? ഈ ലോകത്ത് എനിക്ക് സർപ്രൈസ് തരാനായിട്ട് എന്റെ പ്രിൻസിപ്പളിനെ മാത്രമേ കിട്ടിയുള്ളൂടാ. സോറി സാർ, സോറി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സർപ്രൈസ് ഇങ്ങനെ ഷോക്ക് ആയിട്ട് മാറുമെന്ന് അറിയില്ലായിരുന്നു. സുരേന്ദ്രൻ സാറിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേറെ ഐഡിയ ഒന്നും ഇല്ലേ? വാമ്പയർ ഒഴിച്ച് വേറൊന്നിനെയും കണ്ട് പേടിച്ചോടില്ല നമ്മുടെ സുരേന്ദ്ര സാർ. എടാ, വാമ്പയറായിട്ട് മാറി മറ്റുള്ളവരെ പേടിപ്പിക്കണം. ഇങ്ങനെ സ്വയം പേടിക്കരുത്.
വാമ്പയറായിട്ട് മാറി ദുരന്തർ സാറിനെ ഞാൻ ഇന്ന് പേടിപ്പിക്കാൻ പോവുകയാണ്. ഊ, ആരാടാ നീ? എന്താ ഇവിടെ ആകെ ഒരു ബഹളം? ഒരു വാമ്പയർ വേറെ വാമ്പയറിനെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടുന്നത്? പിന്നെ എന്തിനാ ടെൻഷൻ ആകുന്നത്? എന്തോ ഇതിലൊരു ഗുലുമാലുണ്ടെന്നാണ് തോന്നുന്നത്. എന്നോട് ക്ഷമിക്കൂ സുരേന്ദ്രൻ സാർ, ഞാനും ഒരു വാമ്പയർ വേഷത്തിൽ നിങ്ങളെ പേടിപ്പിക്കാൻ പോവുകയാണ്. ഇതെന്താ, വാമ്പയർ സുരേന്ദ്രൻ സാറിനെ കണ്ട് പേടിക്കുന്നോ? ബോയ്സ്, നിങ്ങളായിരുന്നോ? എന്നാ പിന്നെ ഇതാരാ? വാപ്പി, ഫട്വർദ്ധൻ. പ്രിൻസിപ്പൽ സാർ, ഞാനിത് എന്തായി കാണുന്നത്? ഇത് സ്കൂളാണോ അതോ വാമ്പയറിന്റെ ഗോഡൌണോ? കുട്ടികളും വാമ്പയർ, പപ്പിയും വാമ്പയർ, പിന്നെ ഫട്വർദ്ധൻ നീയും വാമ്പയറിന്റെ വേഷത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാരും കൂടി എന്ത് ഗുലുമാലാണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? വെറും നാടകമാണ് സാറേ. അതെ, വെറും നാടകമാണ്. എന്താണ് പറഞ്ഞത്? അടുത്ത ആഴ്ച ഞങ്ങൾ എല്ലാവരും സ്കൂൾ പ്ലേയില് വാമ്പയറിന്റെ റോള് പ്ലേ ചെയ്യാൻ പോവാ. അതിന്റെ ഒരു റിഹേഴ്സലിന്റെ ഭാഗമാണ് സാറേ ഇത്. പക്ഷെ നിങ്ങളുടെ റിഹേഴ്സൽ എന്റെ റൂമിനകത്ത് എന്തിനാണ് ചെയ്യുന്നത്? അത് പിന്നെ സാർ, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ ആക്ടിങ് പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തതാ. ഏറ്റവും നല്ല ജഡ്ജ് നിങ്ങളാണ് സാർ. എന്താ ശരിയല്ലേ സാറേ? ശരി ശരി. ഏതായാലും നാളത്തേക്കുള്ള റിട്ടേൺ ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ നിങ്ങൾ തിരിച്ചു പോവുകയാണോ? പോകണമെന്നാ തീരുമാനിച്ചിരുന്നത്. ഇനി അത് വേണ്ട. ചേടാ, എന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആക്ടിങ് കണ്ട് വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു, റിഹേഴ്സൽ ഇത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ ഡ്രാമ എന്തുമാത്രം രസകരമായിരിക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ഈ ഡ്രാമ ഇവിടെ നിന്ന് കണ്ടിട്ടേ പോകുന്നു.